അങ്ങ് പറഞ്ഞൊരു കാര്യമുണ്ട്. തൃണമൂൽ ഇപ്പൊ ഈ പിന്തുണയുടെ കാര്യം അൻവറാണോ പറയേണ്ടത്, പാർട്ടിയാണോ? ഇപ്പൊ അൻവറിന് പാർട്ടിയുടെ ഒരു ഔദ്യോഗിക ചുമതലയിലേക്ക് വരുന്നു. സംസ്ഥാന കൺവീനർ എന്ന പോസ്റ്റാണ് PB അൻവറിന് കിട്ടുന്നത്. ബസന്ത് വിവരങ്ങൾ നൽകും. ബസന്ത്, അങ്ങനെ ഔദ്യോഗികമായി തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാകുന്നു, സംസ്ഥാന കൺവീനർ ആകുന്നു. അപ്പോൾ പാർട്ടിയുടെ ഒരു കേരളത്തിലെ നിലപാട് പറയാൻ അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളായി മാറിയിരിക്കുന്നു PB അൻവർ, അല്ലേ? ബസന്ത് കേൾക്കാമോ? ഔദ്യോഗികമായിട്ട് PB അൻവറിനെ സംസ്ഥാന കൺവീനറായി നിയമിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പുറത്തിറക്കിയിരിക്കുന്നു. മമതാ ബാനർജിയാണ് ഈ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിലെ ഒരു ടൈമിംഗ് കൂടി നമ്മൾ നോക്കേണ്ടതാണ്. അൻവർ MLA സ്ഥാനം രാജിവെച്ച് വാർത്താ സമ്മേളനം പൂർത്തിയായി നിമിഷങ്ങൾക്കുള്ളിലാണ് ഇപ്പോൾ മമതാ ബാനർജിയുടെ ഓഫീസിൽ നിന്ന് തന്നെ, അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ മമതാ ബാനർജി സംസ്ഥാന കൺവീനറായി PB അൻവറിനെ നിയമിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. All India Trinamool Congress, under the inspiration and guidance of Honorable Chairperson Mamata Banerjee, is pleased to announce the Kerala State Trinamool Congress State Convener. We wish the very best to him in his endeavors എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്താക്കുറിപ്പ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ MLA സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള തീരുമാനം വന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ വാർത്താക്കുറിപ്പ് അവർ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. ഔദ്യോഗികമായി തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാകുന്നു എന്ന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ഇനി ഉള്ളത് കോൺഗ്രസുമായിട്ടുള്ള ഈ കേരളത്തിലെ ബന്ധം സംബന്ധിച്ച് തന്നെയായിരിക്കും. ഇന്ത്യ സഖ്യത്തിൽ തന്നെ തൃണമൂൽ കോൺഗ്രസും അത്ര സ്വരച്ചേർച്ചയിലല്ല. പ്രത്യേകിച്ച് മമതാ ബാനർജിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഇപ്പോൾ അൻവർ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു, UDFന്റെ പിന്തുണയ്ക്കുമെന്നുള്ളതും സ്ഥാനാർത്ഥിയെ പോലും അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡും ഇക്കാര്യത്തിൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ ഒരു കക്ഷിയുടെ സംസ്ഥാന കൺവീനറായിട്ടാണ് അൻവർ കേരളത്തിൽ രംഗപ്രവേശം ചെയ്യുന്നത്, രണ്ടാമത്തെ ഒരു രാഷ്ട്രീയ ഒരു ഘട്ടത്തിൽ. അപ്പോൾ എങ്ങനെയായിരിക്കും അത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.